പ്രശ്നം പരിഹരിച്ച് വരുമ്പോഴത്തേനും പുതിയ ഡാം ഉണ്ടാക്കിയാൽ പോലും വർഷങ്ങളെടുക്കും. അടിയന്തരമായിട്ട് ഒരു അതിശക്ത മഴ പെയ്താൽ 50 ലക്ഷം ഒഴുകി പോകും. അതുകൊണ്ട് ഒരു 100 മീറ്റർ പൊക്കമെങ്കിലുമുള്ള ടവറുകൾ വേണം ഓടി കയറാൻ. 1 കിലോമീറ്റർ ഈ പെരിയാറിൻ്റെ ഇരുവശത്തും 100 മീറ്റർ പൊക്കമെങ്കിലുമുള്ള ഷെൽട്ടർ ഹോമും ടവറുകളും ചില്ലി പോലുള്ള രാജ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ജനം ഒഴുകി പോകുന്നുള്ള ഉറപ്പാണ്. 1 കിലോമീറ്റർ കട്ടിയുള്ള കഠിന മേഘങ്ങൾ വരുമ്പോൾ കാലാവസ്ഥാ നിരീക്ഷണമൊക്കെ വെറുതെ പാഴാകുന്നു. നമ്മളോടൊപ്പം CP രാജേന്ദ്രൻ, നമ്മൾ ജിയോളജിസ്റ്റും ഒപ്പം തന്നെ ഈ ഡാം സേഫ്റ്റിയെക്കുറിച്ച് പഠിച്ച് വിശദമായി അതിൻ്റെ സാങ്കേതിക വശം അറിയാവുന്ന ആളും നമ്മൾ ചേരുന്നുണ്ട്. ഇത്തരം ആശങ്കകൾ ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ സ്വാഭാവികമായും നമുക്ക് ചില വിവരങ്ങൾ നമ്മൾ പൂർണ്ണമായും ശരിയാകണമെന്നില്ല. അത് സാങ്കേതിക വിദഗ്ധർ പറയട്ടെ. നമുക്ക് എന്തായാലും അവരുടെ അഭിപ്രായത്തിൽ കൂടി ഇത് പോകാം. എന്താ നമ്മുടെ പേര്? എൻ്റെ പേര് ജോസഫ് പറഞ്ഞ കൺസേൺ ധാരാളം ആളുകൾ ഫോൺ വിളിച്ച് നമ്മളോട് പറയുന്നുണ്ട്. അതിനുള്ള മറുപടി CP രാജേന്ദ്രൻ അങ്ങ് നൽകണം. നമുക്കൊപ്പം മിനിസ്റ്റർ ഉണ്ട്. ഇപ്പോൾ ഒരു ചർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്, ഇങ്ങനൊരു ചാനൽ ചർച്ചയിലല്ല ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടതെങ്കിലും ഇതൊരു ഇൻപുട്ട് തരുന്ന ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം മാത്രമായിട്ട് മിനിസ്റ്റർ എടുത്താൽ മതി. നമ്മൾ ആ ചർച്ച തുടങ്ങി വയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെയുള്ള സമരസമിതിയും ഈ തേനിയിലും ഡിണ്ടിഗലിലും രാമനാഥപുരത്തും മധുരയിലുമുള്ളവരുമായും നമുക്കൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ചർച്ചയ്ക്ക് തുടക്കമിടാൻ മിനിസ്റ്റർ നമുക്കൊരു മുൻകൈ എടുക്കാൻ കഴിയുമോ? അതൊന്ന്. 2, MP തലത്തിൽ കേരളത്തിൽ നിന്നുള്ളതും തമിഴ്നാട്ടിൽ നിന്നുള്ള MP-മാരും തമ്മിലുള്ളൊരു ചർച്ചയ്ക്കും അങ്ങനെ നമുക്കൊരു കോർഡിനേഷൻ രൂപീകരിച്ച് തുടങ്ങാമോ ഇത് മിനിസ്റ്റർ? നമുക്ക് ആ കൂടിയാലോചനകളിലേക്ക് കടക്കാൻ കഴിയുമോ എന്നാണ്. മുല്ലപ്പെരിയാർ വനത്തിലെ 4-5 തോടുകൾ തമിഴ്നാട്ടിലേക്ക് ഗതി തിരിച്ചു വിടണം. നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ സാധ്യമായ എല്ലാ ചർച്ചകളും ആകാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ഈ ആവശ്യകത അത് എത്രയും പെട്ടെന്ന് സഫലീകരിക്കുകയാണ് നമുക്ക് ആവശ്യം. വിജയ പരാജയമല്ല ലക്ഷ്യം. 2 കൂട്ടരുടെയും വിജയവും നിലനിൽപ്പുമാണ് ആവശ്യം. അതുകൊണ്ട് ഈ പറഞ്ഞ 2 ആംഗിളിലുള്ള ചർച്ചകൾ ആർക്കൊക്കെ മുൻകൈ എടുക്കാൻ കഴിയുമോ അത്തരത്തിലൊക്കെ നമുക്ക് ആരംഭിക്കാം. സമവായത്തിലുള്ള പ്രശ്നം പരിഹരിക്കത്തക്ക വിധത്തിൽ അത് രൂപപ്പെടുത്തി കൊണ്ടുവരാം. അതിന് ഗവൺമെൻറ് ഒരിക്കലും എതിരായ ദിശയിൽ നിന്നിട്ടില്ല. കോടതിയിലും വെളിയിലും നമ്മൾ ഇത് തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഒരു സംശയം കൂടി ഞാൻ ചോദിച്ചോട്ടെ. എനിക്കറിയാം അങ്ങേക്ക് തിരക്കുണ്ട്. ഒറ്റ വാചകത്തിൽ അങ്ങേക്ക് ഉത്തരം പറയാൻ നൽകിയതെന്തായിരിക്കും? അതായത് ഇപ്പോൾ കേരളത്തിനും തമിഴ്നാടിനും കേന്ദ്രത്തിനും ഒക്കെ ബാധകമായ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര അന്താരാഷ്ട്ര ഏജൻസിയെ കൊണ്ട് നമുക്കൊരു പഠനം നടത്തുക സാധ്യമാണോ ഈ ഘട്ടത്തിൽ? നമുക്കത് ഗവൺമെൻറ് തന്നെ ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. നമുക്ക് ഡാം ഡീകമ്മീഷൻ എക്സ്പീരിയൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഇൻ്റർനാഷണൽ എക്സ്പേർട്ടിനെ കൊണ്ട് അന്വേഷിക്കണം എന്ന ആവശ്യം സുപ്രീം കോടതിയിൽ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വീണ്ടും നമ്മൾ ഉന്നയിക്കും. ഈ സമീപ ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും ഒരു വാദം നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോടും ആവശ്യപ്പെടുകയാണ്. ഒന്ന്, മാറി വരുന്ന സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രഷർ കുറച്ച് നിർത്താൻ, നമുക്ക് ജലനിരപ്പ് കുറച്ചും കൂടി താഴ്ത്തി നിർത്തിക്കൊണ്ട് തമിഴ്നാടിന് ആവശ്യമായ ജലം എടുക്കട്ടെ. അതിനുവേണ്ടിയുള്ള ഒരു സാഹചര്യങ്ങളെ കൂടി ബോധ്യപ്പെടുത്താൻ ഗവൺമെൻറ് ശ്രദ്ധിക്കുകയാണ്. കാരണം ഒരു പുതിയ ഡാം ഉണ്ടാകണമെങ്കിലും ഏതൊരു ഓൾട്ടർനേഷനിലേക്ക് വന്നാലും അതിനാവശ്യമായ സമയം ഇവിടെ ചർച്ചകളിലൊക്കെ ഉയർന്ന ഞാൻ ശ്രദ്ധിച്ചു. 6, 7, 8 വർഷമൊക്കെ എടുത്തെന്ന് വരാം. അതുവരെ ഈ പ്രഷർ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ ജലനിരപ്പ് താഴ്ത്തി നിർത്തണം. ഇപ്പോൾ തന്നെ റൂട്ട് കർവ് അടിസ്ഥാനത്തിലാണ് അത് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന. ഇപ്പം ജൂൺ മുതൽ നവംബർ വരെ 142 അടി ജലം പിടിക്കാൻ ഇപ്പം തമിഴ്നാടിന് പറ്റിയില്ല. റൂട്ട് കർവ് അടിസ്ഥാനത്തിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ആ റൂട്ട് കർവ് ബേസിൽ തുടരുമ്പോൾ തന്നെ കുറച്ചും കൂടി ജലം താഴ്ത്തി നിർത്താൻ കഴിയത്തക്ക വിധത്തിൽ ഡാമിൻ്റെ പ്രഷർ കുറയ്ക്കാൻ അത് നല്ല നിലയിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ തീരുമാനം എടുക്കണമെന്ന് നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോടും അതോടൊപ്പം തന്നെ തമിഴ്നാട് ഗവൺമെൻറ്റിനോടും നമ്മുടെ വരാൻ പോകുന്ന കേസിലും നമ്മൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കാനാണ് ഇപ്പം തീരുമാനം എടുക്കുന്നത്. കാര്യം അത് ഇരുകൂട്ടർക്കും നല്ലതാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഞാൻ പലപ്പോഴും കണ്ടു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പറഞ്ഞോളൂ. ഹലോ, പറയാവോ? ഹലോ, കേൾക്കാം. അരുണേ, പറയാവോ? ഓക്കെ. അപ്പം അതുകൊണ്ട് ഇക്കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെടാൻ പോകുന്ന മറ്റൊരു കാര്യം. അതുകൊണ്ട് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കളക്ടറേറ്റിൽ യോഗം ചേർന്നു എന്ന് പറഞ്ഞത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിലുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലം കൂടുതൽ വെള്ളം ഉണ്ടാകുക, മുല്ലപ്പെരിയാർ ജലനിരപ്പ് കൂടുക, ഇടുക്കി ഡാമിലേക്ക് ഒഴുക്കുക, താഴേക്ക് ഒഴുകുമ്പോൾ ആലുവായിലും എറണാകുളത്തും എല്ലാം വെള്ളപ്പൊക്കം ഉണ്ടാകുക,
2018 ഒരു ദുരന്ത സമാനമായ സാഹചര്യം നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഒരു മുന്നൊരുക്കങ്ങളെല്ലാം ഞങ്ങൾ നടത്തി. ഒരു ചേട്ടനിപ്പോൾ ആവശ്യപ്പെട്ടല്ലോ, അവിടെ പോകുന്ന വഴിക്ക് ആൾക്കാർ കയറി നിൽക്കാൻ ഇടം വേണം. എത്രയോ ലക്ഷ്യബോധത്തോടുകൂടിയാണ് പറഞ്ഞത്. ഞാൻ ഇതിനൊന്നും തെറ്റായി കാണുന്നില്ല. അതുകൊണ്ടാണ് ക്ലസ്റ്ററുകളെ തിരിച്ച് ഇപ്പോൾ തന്നെ സീ നിരപ്പിൽ നിന്ന് 171.4 അടിയാണ് ഉയരം. 174.5 വരുമ്പോഴാണ് വാർണിംഗ് ലെവല്, 175.5 വരുമ്പോഴാണ് ഡേഞ്ചറസ് ലെവല്. അപ്പോൾ നമുക്കിപ്പോൾ അതിലൊന്നും ആശങ്കയില്ല. ഇപ്പം ജലനിരപ്പിനെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാറിൽ നിന്ന് 129.5 അടി ഉയരമേ ഉള്ളൂ. ജലനിരപ്പ് കൺട്രോൾ ഇതൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലല്ല ഒരു കാര്യം, ഇതൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ശക്തമായ മഴയുണ്ടായാൽ ഈ ജലനിരപ്പിലൊക്കെ മാറ്റം വരാൻ അധിക ദിവസങ്ങൾ വേണ്ടിവരില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കാനാണ് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ജനപ്രതിനിധികളും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടിയിരുന്ന് ഓരോ ജലനിരപ്പ് അടിസ്ഥാനത്തിലും വരുന്ന ആൾക്കാർ, വീടുകൾ, എണ്ണം അതെല്ലാം സുരക്ഷിതമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെയാണ് പുതിയ ഡാമിൻ്റെയും ചർച്ചകളും കോടതിയിലും വെളിയിലും നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റിപ്പോർട്ടർ TV റിപ്പോർട്ട് ചെയ്യപ്പെട്ട പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കാണിക്കുന്ന വലിയൊരു ജാഗ്രതയുണ്ട്. അത് കേരള പൊതുസമൂഹത്തോട് ചേർന്ന് നിന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ്. ഇത് വളരെ അപ്രീഷിയേറ്റബിളാണ്. ഇതാണ് നമ്മുടെ സമൂഹം അറിയേണ്ടതെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇവിടെ രാഷ്ട്രീയപരമായ പോരാട്ടമില്ല. കേരളത്തിൽ ആരും രണ്ട് അഭിപ്രായക്കാരില്ല. തമിഴ്നാട്ടിലും രണ്ട് അഭിപ്രായം ഉണ്ടാകരുതെന്നാണ് എൻ്റെ ഒരു ആവശ്യം. അതുകൊണ്ട് അവിടെ ഒരു ചേട്ടൻ സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ലോഹിത്തില് നല്ല മനോഭാവത്തില് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമത്തിനും സംസ്ഥാന സർക്കാർ ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും. താങ്ക് യു മിനിസ്റ്റർ, താങ്ക്സ് എ ലോട്ട്. എനിക്കറിയാം അങ്ങേക്ക് തിരക്കുണ്ട് എന്നറിയാം. അങ്ങ് പറഞ്ഞതുപോലെ വലിയ പ്രതീക്ഷ നൽകുന്ന ഉറപ്പുകളാണ് താങ്കൾ നൽകിയത്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക്